എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൻ്റെ പാരായണം 52-ാം ദിവസമായ ഇന്ന് ഉത്തരകാണ്ഡത്തിലെ 9-ാമത്തെ സർഗമാണ് പാരായണം ചെയ്യുന്നത്. മഹാപ്രയാണമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കപീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അധ്യാത്മരാമായണം ഉത്തരകാണ്ഡം 9-ാം സർഗം മഹാപ്രയാണം. ശ്രീമഹാദേവ ഉവാച ലക്ഷ്മണം തു പരിത്യജ്യ രാമോ ദുഃഖസമന്വിതഃ മന്ത്രിണോ നൈകമാം ചൈവ വസിഷ്ഠം ച ഇദമബ്രവീത്. മഹാദേവിയോട് പറഞ്ഞു, ലക്ഷ്മണനെ പരിത്യജിച്ചതോടെ രാമൻ ദുഃഖനിമഗ്നനായി. മന്ത്രിമാർ, വൈദികർ, വസിഷ്ഠൻ എന്നിവരോടായി അദ്ദേഹം പറഞ്ഞു, അഭിഷേക്ഷ്യാമി ഭരതം അധിരാജ്യേ മഹാമതി അദ്യചാഹം ഗമിഷ്യാമി ലക്ഷ്മണസ്യ പദാനുഗ ഏവമുക്തേ രഘുശ്രേഷ്ഠേ പൗരജാനപദാസ്തദാ ദ്രുമാ ഇവച്ഛിന്നമൂലാ ദുഃഖാർത്താ പതിതാ ഭുവി. അതിബുദ്ധിമാനായ ഭരതനെ ഞാൻ അഭിഷേകം ചെയ്യും. എന്നിട്ട് ഞാനും ലക്ഷ്മണന്റെ വഴിയെ പോകും. രഘുവരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നഗരവാസികളും നാട്ടിൻ പുറത്തുകാരും ചുവടറ്റ മരങ്ങൾ പോലെ ശോകാർത്തരായി നിലംപതിച്ചു. മൂർച്ഛിതോ ഭരതോ വാപി ശ്രുത്വാ രാമഭാഷിതം ഗർഹയാമാസ രാജ്യം സപ്രാഹേദം രാമസന്നിധൗ സത്യേന ച ശവേനാഹം ത്വാം വിനാ ദിവി വാ ഭുവി കാംക്ഷേ രാജ്യം രഘുശ്രേഷ്ഠ ശവേ ത്വത്പാദയോ പ്രഭോ. രാമവചനം കേട്ട ഭരതനും ബോധം കെട്ടു. രാജ്യാധികാരം നിന്ദ്യമായി കരുതി അദ്ദേഹം രാമനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ രഘുവര, ഞാൻ സത്യമായി ശപഥം ചെയ്യുകയാണ്, നിന്നെ കൂടാതെ സ്വർഗത്തിലായാലും ഭൂമിയിലായാലും രാജ്യം എനിക്ക് ആവശ്യമില്ല. പ്രഭോ, നിന്റെ പാദം തൊട്ട് ഞാൻ ആണയിടുന്നു. ഇമൗ കുശലവോ രാജൻ അഭിഷിഞ്ചസ്വ രാഘവ കോസലേഷു കുശം വീരം ഉത്തരേഷു ലവം തഥാ ഗച്ഛന്തു ദൂതാസ്ത്വരിതം ശത്രുഘ്നാൻ ആയനായഹി അസ്മാകമേതദ്ഗമനം സ്വർവാസായ ശൃണോതു സഹ. മഹാരാജാവേ രാഘവ, ഈ കുശലവന്മാരെ അഭിഷേകിച്ചാലും വീരനായ കുശനെ കോസലത്തിലും അതുപോലെ ലവനെ ഉത്തരദേശത്തും അധികാരിയാക്കൂ. ശത്രുഘ്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഉടനെ ദൂതന്മാർ പോകട്ടെ. സ്വർഗവസതിയിലേക്ക് ഉള്ള നമ്മുടെ ഗമനവാർത്ത അവനും കേൾക്കട്ടെ. ഭരതേനോദിതം ശ്രുത്വാ പതിതാസ്താസമീക്ഷ്യതം പ്രജാശ്ച ഭയസംവിഘ്നാ രാമവിശ്ലേഷകാരത. രാമൻ വേർപിരിയുന്നതിൽ ദുഃഖിതനും ഭയചകിതരുമായ ആ ജനതതി ഭരതന്റെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തെ ഉറ്റുനോക്കി നിലംപതിച്ചു. വസിഷ്ഠോ ഭഗവാൻ
രാമമുവാച സദയം വച പശ്യതാദരാൽ സർവ പതിതാ ഭൂതലേ പ്രജാഹ. അപ്പോൾ ഭഗവാൻ വസിഷ്ഠൻ കനിയോട് രാമനോട് പറഞ്ഞു, അല്ലയോ കുഞ്ഞെ, നിന്റെ പ്രജകളെല്ലാം നിലംപതിച്ചു. അവരെ സ്നേഹപൂർവ്വം നോക്കൂ. താസാം ഭവാനുഗം രാമ പ്രസാദം കർത്തുമർഹസി ശ്രുത്വാ വസിഷ്ഠവചനം താസമുത്ഥാപ്യ പൂജ്യജ സസ്നേഹോ രഘുനാഥാസ്ത കിം കരോമീതി ചാബ്രവീത് തത പ്രാഞ്ചളയ പ്രോജു പ്രജാ ഭക്തിയാ രഘൂദ്വഹം. അല്ലയോ രാമ, അവരുടെ ഭാവനയ്ക്ക് അനുരൂപമായി നീ അവരോട് പ്രസാദം കാട്ടേണ്ടതാണ്. വസിഷ്ഠവചനം ശ്രവിച്ച രഘുനാഥൻ അവരെ എഴുന്നേൽപ്പിച്ചു. ബഹുമാനിച്ച് സ്നേഹപൂർവ്വം ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? തൊഴുകയോട് ഭക്തിപൂർവ്വം പ്രജകൾ രഘുവരന് മറുപടി നൽകി, ഗന്തുമിച്ഛസി യത്ര ത്വം അനുഗച്ഛാമഹേ വയം അസ്മാകമേഷാ പരമാ പ്രീതിർധർമ്മോയമക്ഷയ. ഭഗവാനെ, അങ്ങ് എവിടേക്ക് പോകാൻ ഇച്ഛിക്കുന്നുവോ അവിടേക്ക് ഞങ്ങളും കൂടെ വരും. ഇതാണ് ഞങ്ങളുടെ പരമമായ പ്രീതി, ഇതാണ് അക്ഷയധർമ്മം. തവാനുഗമനേ രാമ ഹൃദ്ഗദാനോ ദൃഢാമതി പുത്രധാരാധിഭിസ്സാർദ്ധം അനിയാമ്യോദ്യ സർവദാ. തപോവനം വാ സ്വർഗം വാ പുരം വാ രഘുനന്ദന ജ്ഞാത്വാ തേഷാം മനോദാർഢ്യം കാലസ്യ വചനം തഥാ. ഭക്തം പൗരജനം ചൈവ ബാഡമിത്യാഹ രാഘവ കൃത്യൈവം നിശ്ചയം രാമ തസ്മിന്നേവാഹനി പ്രഭു. പ്രസ്താപയാമാസ ച തൗ രാമഭദ്രകുശീലവൗ അഷ്ടൗ രഥസഹസ്രാണി സഹസ്രം ചൈവദന്തിനാം ഷഷ്ടിം ചാശ്വസഹസ്രാണാം ഏകൈകസ്മൈ ദദൗ ബലം ബഹുരത്നൗ ബഹുധനൗ ഹൃഷ്ടപുഷ്ട ജനാവൃതൗ. അല്ലയോ രാമ, നിന്റെ കൂടെ പോരാൻ ഞങ്ങളെടുത്ത തീരുമാനം ഉറച്ചതാണ്. രാഘവ, തപോവനത്തിലോ സ്വർഗത്തിലോ നഗരിയിലോ എവിടെയുമാകട്ടെ പുത്രധാരാദികളോടൊത്ത് ഞങ്ങളെല്ലാം ഇന്ന് നിന്നെ അനുഗമിക്കും. അവരുടെ മനോദാർഢ്യം ഗ്രഹിക്കുകയും കാലന്റെ വചനം സ്മരിക്കുകയും ചെയ്ത രാഘവൻ ഭക്തരായ പൗരജനങ്ങളോട് അങ്ങനെയാകട്ടെ എന്ന് സമ്മതിച്ചു. ഇങ്ങനെ നിശ്ചയിച്ചുറച്ച പ്രഭു രാമചന്ദ്രൻ ആ ദിവസം തന്നെ കുശലവന്മാരെ യാത്രയാക്കി. 8000 തേര്, 1000 ആനകൾ, 6000 കുതിരകൾ ഇവയടങ്ങിയ സേനയെ ഓരോരുത്തർക്കും കൊടുത്തു. ഒപ്പം ധാരാളം രത്നവും സമ്പത്തും ആരോഗ്യമുള്ള പരിചാരകന്മാരെയും ഏൽപ്പിച്ചു. അഭിവാദ്യഗതൗ രാമം കൃച്ഛ്രേണതു കുശീലവോ ശത്രുഘ്നാനയനേ ദൂതാൻ പ്രേഷയാമാസ രാഘവ. തേ ദൂതാസ്തുരിതം ഗത്വാ ശത്രുഘ്നായ നിവേദയൻ കാലസ്യാഗമനം പശ്ചാത് അത്രിപുത്രസ്യ ജ്യേഷ്ഠിതം ലക്ഷ്മണസ്യ നിര്യാണം പ്രതിജ്ഞാം രാഘവസ്യ ച പുത്രാഭിഷേചനം ചൈവ സർവം രാമചികീർഷിതം. ശ്രുത്വാ തദ്ദൂതവചനം ശത്രുഘ്നകുലനാശനം വേദിതോ വിധൃതി ലബ്ധ്വാ പുത്രാവാഹൂയ സത്വരം അഭിഷിച്യ സുബാഹും വൈ മധുരായാം മഹാബലഃ യൂപകേതും ജവിദിശ നഗരേ ശത്രുസൂദന. അയോധ്യാം ത്വരിതം പ്രാഗാൽ സ്വയം രാമദിദൃക്ഷയാ. കുശലവന്മാർ രാമനെ പ്രണമിച്ച് വിഷമത്തോടെ വിടവാങ്ങി. രാഘവൻ പിന്നെ ശത്രുഘ്നെ വരുത്താൻ ദൂതനയച്ചു. കാലന്റെ വരവ്, ദുർവാസാവിന്റെ പ്രവൃത്തി, ലക്ഷ്മണ നിര്യാണം, രാമപ്രതിജ്ഞ, കുമാരന്മാരുടെ രാജ്യാഭിഷേകം, ഇനി രാമൻ ചെയ്യാൻ ഇച്ഛിക്കുന്നത്, അങ്ങനെയെല്ലാം ആ ദൂതന്മാർ പെട്ടെന്ന് ചെന്ന് ശത്രുഘ്നെ അറിയിച്ചു. വംശവിനാശത്തെ സംബന്ധിച്ച് ആ ദൂതവാക്യം കേട്ടപ്പോൾ ശത്രുഘ്നൻ ദുഃഖിതനായി. എങ്കിലും ധൈര്യം കൈക്കൊണ്ട ആ മഹാധീരൻ ഉടൻ തന്നെ 2 പുത്രന്മാരെയും വരുത്തി. അവരിൽ സുബാഹുവിനെ മധുരയിലും വിദിശാനഗരിയിൽ യൂപകേതുവിനെയും വാഴിച്ചു. എന്നിട്ട് രാമദർശനത്തിനായി സ്വയം ശീഘ്രം അദ്ദേഹം അയോധ്യയിലേക്ക് പോയി. ദദർശജ മഹാത്മാനം തേജസാ ജ്വലനപ്രഭം ദുകുലയുഗ സംബീതം
ഋഷിഭിച്ചാക്ഷയൈർവൃതം അഭിവദ്യ രാമാനാഥം ശത്രുഘ്നോ രഘുപുങ്കവം പ്രാഞ്ജലിർധർമ്മസഹിതം വാക്യം പ്രാഹ മഹാമതി. തേജസ്സാൽ തീ പോലെ തിളങ്ങുന്നവനും 2 പട്ടുടയാടെ അണിഞ്ഞവനും ചിരഞ്ജീവികളായ ഋഷിമാരാൽ പരിസേവിതനും ആ മഹാത്മാവുമായ രാമനെ ദർശിച്ചു. രമാപതിയായ രഘുവരനെ വണങ്ങിയിട്ട് ബുദ്ധിശാലിയായ ശത്രുഘ്നൻ തൊഴുകൈയോടെ ധർമാനുസൃതമായ വാക്കുകൾ പറഞ്ഞു. അഭിഷിജ്യ സുതൗതത്ര രാജ്യേ രാജീവലോചന തവാനുഗമനേ രാജൻ വിധിമാം കൃതനിശ്ചയം. രാജീവലോചനായ രാജാവേ, മക്കളെ 2 പേരെയും നാട്ടിൽ വാഴിച്ചതിന് ശേഷം നിന്നെ അനുഗമിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത് വന്നിരിക്കുകയാണ് ഞാൻ. ത്യക്തും നാർഹസി മാം വീര ഭക്തം തവ വിശേഷത ശത്രുഘ്നസ്യ ദൃഢാം ബുദ്ധിം വിജ്ഞായ രഘുനന്ദന സഞ്ജീഭവതു മധ്യാഹ്നേ ഭവാനിത്യബ്രവീദ്വജ അദക്ഷണാൽ സമുത്പേതുർ വാനരാ കാമരൂപിണ ഋക്ഷാശ്ച രാക്ഷസാശ്ചൈവ ഗോപുശ്ചാശ്ച സഹസ്രശ ഋഷീണാം ദേവതാനാം ച പുത്രാ രാമസ്യ നിർഗമം ശ്രുത്വാ പ്രോജു രഘുശ്രേഷ്ഠം സർവേ വാനരരാക്ഷസാഃ തവാനുഗമനേ വിദ്ധി നിശ്ചിതാർത്ഥാൻ ഹി ന പ്രഭോ. അല്ലയോ വീര, വിശേഷിച്ച് നിന്റെ ഭക്തനായ എന്നെ പരിത്യജിക്കാൻ പാടില്ല. ശത്രുഘ്നന്റെ ദൃഢനിശ്ചയം പറഞ്ഞ രാമൻ ഇപ്രകാരം പറഞ്ഞു. ഉച്ചയ്ക്ക് പുറപ്പെടാൻ നീ ഒരുങ്ങിക്കൊള്ളുക. കാമരൂപികളായ വാനരന്മാരും ഉടനെ അവിടെ വന്നുചേർന്നു. ഋക്ഷന്മാർ, അതായത് കരടിക്കുരങ്ങുകൾ, കാളവാലന്മാർ, ഋഷിമാരുടെയും ദേവതകളുടെയും പുത്രരായ വാനരന്മാരും രാക്ഷസന്മാരുമെല്ലാം ആയിരക്കണക്കിന് രാമന്റെ ഗമനവാർത്ത കേട്ട് തടിച്ചുകൂടി. അവർ രഘുവരനെ അറിയിച്ചു, പ്രഭോ, അങ്ങേ അനുഗമിക്കാൻ നിശ്ചയിച്ചവരാണ് ഞങ്ങളെന്നറിഞ്ഞാലും ഏതസ്മിന്നന്തരേ രാമം സുഗ്രീവോ വിമഹാബലഃ യഥാവദഭിവാദ്യാഃ രാഘവം ഭക്തവത്സലം അഭിഷിജ്യാംഗദം രാജ്യേ ആഗതോസ്മി മഹാബലം തവാനുഗമനേ രാമ വിദ്ധിമാം കൃതനിശ്ചയം. ഇതേ സമയത്ത് മഹാപരാക്രമിയായ സുഗ്രീവനും ഭക്തവത്സലനായ രാഘവനെ യഥാവിധി വന്നിച്ച് നിവേദനം ചെയ്തു, അല്ലയോ രാമ, പ്രബലനായ അംഗദനെ രാജാവായി അഭിഷേകിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ പിമ്പേ വരാൻ നിശ്ചയിച്ചവനാണ് ഞാൻ എന്ന് ധരിച്ചാലും ശ്രുത്വാ തേഷാം ദൃഢം വാക്യം ഋക്ഷവാനര രാക്ഷസാം വിഭീഷണ ഉവാചേതം വചനം മൃദുസാദരം ധരിഷ്യതി ധരായാവത് പ്രജാസ്താവത് പ്രജാതിമേ വചനാത് രാക്ഷസം രാജ്യം ശാപിതോസി മമോപരി ന കിഞ്ചിതുത്തരം വാജ്യം ത്വയാ മത്കൃതകാരണാത് ഏവം വിഭീഷണം ദുക്ത ഹനുമന്തം അധ അബ്രവീത്. ആ കരടിക്കുരങ്ങുകളുടെയും വാനരന്മാരുടെയും രാക്ഷസന്മാരുടെയും ദൃഢഭാഷണം കേട്ട് രാമൻ വിഭീഷണനോട് മൃദുവാക്കുകളിൽ പറഞ്ഞു, എന്നുവരെ ഉലകം ജനതതിയെ പുലർത്തുമോ അന്നുവരേക്ക് എൻ്റെ കൽപ്പനപ്രകാരം നീ രാക്ഷസരാജ്യം വാണുകൊള്ളുക. അങ്ങനെ ചെയ്യാമെന്ന് എൻ്റെ നാമത്തിൽ നിന്നെ ശപഥം ചെയ്യിക്കുന്നു. എൻ്റെ പ്രവൃത്തിയെപ്പറ്റി നീ മറുത്തൊന്നും പറയരുത്. വിഭീഷണനോട് ഇങ്ങനെ പറഞ്ഞ ശേഷം മാരുതിയോട് പറഞ്ഞു, മാരുതേ ത്വം ചിരം ജീവ മമാജ്ഞാം മാമൃഷാ കൃതാഃ ജാംബവന്തമധപ്രാഹ തിഷ്ഠത്വം ദ്വാപരാന്തരേ. അല്ലയോ മാരുതി, നീ നീണാൾ വാഴുക. എൻ്റെ മുൻകൽപ്പന വൃഥാവിലാക്കരുത്. പിന്നെ ജാംബവാനോട് പറഞ്ഞു, ദ്വാപരയുഗത്തിൻ്റെ അവസാനം വരെ നീ ഈ ഭൂമിയിൽ കഴിയണം. മയാ സാർദ്ധം ഭവേദി യുദ്ധം യത്കിഞ്ചിത് കാരണാന്തരേ തതസ്ഥാൻ രാഘവ പ്രാഹ ഇക്ഷരാക്ഷസവാനരാൻ സർവാനേവ മയാ സാർദ്ധം പ്രയാതേതി ദയാന്വിത. ചില കാരണങ്ങളാൽ അന്ന് നീ എനിക്കെതിരെ പൊരുതും. അനന്തരം സകല
വാനര രാക്ഷസരോടുമായി രാഘവൻ ദയാപൂർവം കൽപ്പിച്ചു, എല്ലാവരും എന്നോടൊത്തു പോരുവിൻ. തതപ്രഭാതേ രഘുവംശനാഥോ വിശാലവക്ഷാസിതകുഞ്ചനേത്രഃ പുരോദസംപ്രാഹവസിഷ്ടമാര്യം എന്തു അഗ്നിഹോത്രാണി പുരോ ഗുരോ മേ. വിശാലവക്ഷസുള്ളവനും വെൺതാമരക്കണ്ണനും രഘുകുലനാഥനുമായ രാമൻ അടുത്ത പ്രഭാതത്തിൽ പുരോഹിതനും പൂജ്യനുമായ വസിഷ്ഠമുനിയോട് അഭ്യർത്ഥിച്ചു, അല്ലയോ ഗുരു, അഗ്നിഹോത്ര സാമഗ്രികൾ എൻ്റെ യാത്രയ്ക്ക് മുമ്പേ തന്നെ കൊടുത്തയക്കണം. തതോ വസിഷ്ഠോ വിചകാര സർവം പ്രാസ്ഥാനികം കർമ്മ മഹദ്വിധാനാത് ക്ഷൗമാംബരോദർഭപവിത്രപാണി മഹാപ്രയാണായ ഗൃഹീതബുദ്ധി. നിഷ്കർമ്മ്യ രാമോ നഗരാൽസിതാഭ്രാം ശശീവയാദ ശശികോടികാന്തി രാമസ്യ സവ്യേസിത പത്മഹസ്ത പത്മാഗത പത്മവിശാലനേത്ര. രാമന്റെ നിർദ്ദേശമനുസരിച്ച് വസിഷ്ഠമുനി മഹാപ്രസ്ഥാനത്തിന് വേണ്ട കർമ്മങ്ങളെല്ലാം തികച്ചും വിധിപൂർവം അനുഷ്ഠിച്ചു. കോടിചന്ദ്രന്മാരുടെ കാന്തിയാർന്ന രാമൻ വെൺപട്ടുടുത്ത് ദർഭ കൈയിലേന്തി മഹായാത്രയിൽ മനമൂന്നി വെൺമേഘത്തിൽ നിന്ന് തിങ്കളെന്ന പോലെ നഗരിയിൽ നിന്ന് നടന്നകന്നു. രാമന്റെ ഇടതുവശത്തായി വെൺതാമര കൈയിലേന്തി പത്മവിശാലാക്ഷിയായ ലക്ഷ്മിയും നടന്നുപോയി. പാർശ്വേദക്ഷേരുണകഞ്ചഹസ്ത ശ്യാമായയൗ ഭൂരഭിദീപ്യമാന ശാസ്ത്രാണി ശസ്ത്രാണി ധനുശ്ച ബാണ ജഗ്മുപുരസ്താദ് ധൃതവിഗ്രഹാസ്തേ. വലതുവശത്തുകൂടെ ചെന്താമര കൈയിലേന്തി കറുത്ത നിറക്കാരിയും കാന്തിമതിയുമായ ഭൂമിദേവിയും നടക്കുന്നുണ്ടായിരുന്നു. ആകാരം പൂണ്ട ധനുർബാണങ്ങൾ, ശാസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ ഇവ മുമ്പേ ഗമിച്ചു. വേദാശ്ച സർവേ ധൃതവിഗ്രഹാശ്ച യയുശ്ച സർവേ മുനയശ്ച ദിവ്യാഃ മാതാശ്രുതീനാം പ്രണവേന സാധ്വി യയൗ ഹരിം വ്യാഹൃതിഭിഃ സമേത. ആകൃതി പൂണ്ട അഖില വേദങ്ങളും എല്ലാ ദിവ്യമുനിമാരും യാത്രയായി. ഓങ്കാരവും വ്യാഹൃതിയും സഹിതം വേദമാതാവായ ഗായത്രിയും ഒപ്പമുണ്ടായിരുന്നു. ഗച്ഛന്തമേവാനുഗതാ ജനാസ്തേ സപുത്രധാരാസഖബന്ധുവർഗൈ അനാവൃതദ്വാരം ഇവാപവർഗം രാമം വ്രജന്തം യയുരാപ്തകാമ സാന്തഃപുരസ്സാനുചര സവാര്യ ശത്രുഘ്നയുക്തോ ഭരതോ അനുയാതഃ. യാത്രയായ രാമനെ ആ ജനതതി പുത്രകളത്രാദികളും ബന്ധുവർഗങ്ങളും ഒത്തുതന്നെയാണ് അനുഗമിച്ചത്. ഇച്ഛകളെല്ലാം നേടിയ അവർ മലർക്കെ തുറന്ന മോക്ഷവാതിലിലേക്കെന്ന പോലെ രാമനെ അനുഗമിച്ചു. അന്തഃപുരവാസികൾ, അനുചരന്മാർ, പത്നി, ശത്രുഘ്നൻ ഇവരോടൊത്ത് ഭരതനും പോയി. ഗച്ഛമാലോക്യ രമാസമേതം ശ്രീരാഘവം പൗരജനാ സമസ്ത സബാലവൃദ്ധാശ്ച യയുർദ്വിജാഗ്ര്യ സമാത്യവർഗാശ്ച സമന്ത്രിണോ യയു. രമാദേവിയോടൊത്ത് ശ്രീരാമൻ കടന്നു പോകുന്നത് കണ്ട് ആബാലവൃദ്ധം സകലമാന പൗരജനങ്ങളും അമാത്യർ, മന്ത്രിമാർ ഇവരോടൊത്ത് ബ്രാഹ്മണമുഖ്യരും യാത്രയായി. സർവേ ഗതാക്ഷത്രമുഖാ പ്രകൃഷ്ട വൈശ്യാശ്ച ശൂദ്രാശ്ച തഥാ പരേജ സുഗ്രീവമുഖ്യാ ഹരിപുങ്കവാശ്ച സ്നാദാ വിശുദ്ധ ശുഭശബ്ദയുക്താ. ക്ഷത്രിയ മുഖ്യർ, വൈശ്യർ, ശൂദ്രർ, മറ്റുള്ളവർ അങ്ങനെ എല്ലാവരും അതീവ സന്തോഷത്തോടെയാണ് പോയത്. കുളിച്ച് വിശുദ്ധരായി മംഗളശബ്ദം ഉതിർത്തുകൊണ്ട് സുഗ്രീവാദി വാനരശ്രേഷ്ഠരും നടന്നകന്നു. നഗച്ഛിദാസീത് ഭവദുഃഖയുക്തോ ദീനോധവാഭാഗ്യസുഖേഷു സക്ത ആനന്ദരൂപാനുഗതാ വിരക്ത യയുശ്ചരാമം പശുവൃത്യവർഗൈ. ഒരുവൻ പോലും സംസാര ദുഃഖിതനോ ദീനനോ അതുപോലെ സുഖാസക്തനോ ആയിരുന്നില്ല. ആനന്ദരൂപനെ പിന്തുടർന്ന ആ വിരക്തർ സ്വന്തം വളർത്തുമൃഗങ്ങൾ ഭൃത്യർ സഹിതമാണ് രാമന്റെ കൂടെ പോയത്. ഭൂതാനി അദൃശ്യാനി ജയാനി തത്ര
യേ പ്രാണിനസ്ഥാവരജംഗമാശ്ച സാക്ഷാൽ പരാത്മാനമനന്തശക്തിം ജഗ്മുർവിരക്ത പരം ഏകമീശം. അദൃശ്യജീവികൾ, അന്യപ്രാണികൾ, സ്ഥാവര ജംഗമങ്ങൾ ഇവയെല്ലാം വിരക്തിയോടെ അനന്തശക്തിമാനും ഏകേശ്വരനും സാക്ഷാൽ പരമാത്മാവുമായ രാമനെ അനുയാത്ര ചെയ്തു. നാസീതയോധ്യാനഗരേ ദുജന്തു കച്ചിത്തദാ രാമമനാനയാത്ര ശൂന്യം ബഭൂവാഖിലമേവ തത്ര പുരം ഗതേ രാജനി രാമചന്ദ്രേ. ആ സമയത്ത് അയോധ്യാനഗരിയിൽ രാമനിൽ ലീനമാനസ അല്ലാത്ത ഒറ്റ ജീവി പോലും ഉണ്ടായിരുന്നില്ല. രാജാവായ ശ്രീ രാമചന്ദ്രൻ വിട്ടുപോയതോടെ ആ നഗരമെല്ലാം തികച്ചും ശൂന്യമായി. തതോതിദൂരം നഗരാൽ സഗത്വാ നദീം താം ഹരിനേത്രജാതാം നനന്ദരാമ സ്മൃതപാവനോദോ ദദർശചാശേഷം ഇതം ഹൃദിസ്ഥം. അതിനുശേഷം നഗരത്തിൽ നിന്ന് അതിദൂരം എത്തിയിട്ട് രാജാവായ രാമൻ വിഷ്ണുവിൻ്റെ മിഴികളിൽ നിന്ന് ഉത്ഭവിച്ചതായ ആ നദി, അതായത് സരയൂ നദി കണ്ട് സന്തോഷിച്ചു. സ്മരിച്ചാൽ പരിശുദ്ധി പകരുന്ന അദ്ദേഹം അങ്ങനെ സമസ്ത വിശ്വത്തെയും തൻ്റെ ഉള്ളിൽ ദർശിക്കുകയും ചെയ്തു. അദാഗതസ്തത്ര പിതാമഹോ മഹാൻ ദേവാശ്ച സർവേ ഋഷയശ്ച സിദ്ധാഃ വിമാനകോടീഭിരപാരപാരം സമാവൃതം ഖം സുരസേവിതാഭി രവിപ്രകാശാഭിരഭിസ്ഫുരന്തം ജ്യോതിർമയം തത്ര നഭോ ബഭൂവ സ്വയം പ്രകാശൈർമഹതാം മഹദ്ഭി സമാവൃതം പുണ്യകൃതാം വരിഷ്ഠൈ. അപ്പോൾ മഹാത്മാവായ പിതാമഹൻ ബ്രഹ്മാവ് അവിടെ എത്തി. ദേവന്മാർ, ഋഷിമാർ, സിദ്ധർ എല്ലാവരും വന്നു. ദേവന്മാർ കയറി വിമാനകോടികളാൽ അനന്തമായ ആകാശം നിറഞ്ഞു. സൂര്യപ്രഭചൊരിയുന്ന വിമാനങ്ങളാൽ തിളങ്ങുന്ന ആകാശം പ്രകാശപൂരിതമായി. സ്വയം പ്രകാശം ചൊരിയുന്ന അതിമഹാന്മാരാലും ശ്രേഷ്ഠരായ പുണ്യാത്മാക്കളാലും നഭോമണ്ഡലം നിറഞ്ഞു. വപുശ്ചവാദാശ്ച സുഗന്ധവന്തോ വവർഷവൃഷ്ടികുസുമാവലീനാം ഉപസ്ഥിതേ ദേവമൃദംഗനാദേ ഗായൽസു വിദ്യാധര കിന്നരേഷു. രാമസ്തു പദ്ഭ്യാം സരയൂജലം സകൃത് സ്പൃഷ്ട്വാ പരിക്രാമൻ അനന്തശക്തി ബ്രഹ്മാ തദാ പ്രാഹ കൃതാഞ്ജലിസ്തം രാമം പരാത്മൻ പരമേശ്വരസ്ത്വം. വിഷ്ണു സദാനന്ദമയോസി പൂർണോ ജാനാസി തത്വം നിജമൈശമേകം തഥാവി ദാസസ്യ മമാഖിലേശ കൃതം വജോ ഭക്തവരോസി വിദ്വൻ. എങ്ങും നറുമണം പേറിയ കാറ്റ് വീശി. പൂമാരി ചൊരിഞ്ഞ് ദേവന്മാരുടെ മൃദംഗഘോഷം തുടങ്ങിയപ്പോൾ വിദ്യാധര കിന്നരന്മാർ പാടവേ അനന്തശക്തിമാനായ രാമൻ സരയൂജലം ഒരു തവണ സ്പർശിച്ച് ആചമിച്ചു. ചരണങ്ങളാൽ പ്രദക്ഷിണം ചെയ്ത് അപ്പോൾ തൊഴുകയോടെ ബ്രഹ്മാവ് രാമനെ സ്തുതിച്ചു. അല്ലയോ പരമാത്മാവേ, നീ എല്ലാത്തിനും അധിപനും നിത്യാനന്ദ സ്വരൂപനും പരിപൂർണനുമായ വിഷ്ണു ആകുന്നു. നിന്റെ കേവലമായ പരമതത്വം നീ മാത്രം അറിയുന്നു. എങ്കിലും അഖിലേശ്വരനായ നിന്റെ ദാസനായ എൻ്റെ പ്രാർത്ഥന നീ പൂർത്തീകരിച്ചുവല്ലോ. എല്ലാം അറിയുന്നവനെ, അങ്ങ് ഭക്തവത്സലൻ ആകുന്നു. ത്വം ഭ്രാതൃവൈഷ്ണവമേവമാദ്യം പ്രവിശ്യദേഹം പരിപാഹി ദേവാൻ യദ്വാപരോ വായതി രോചതേതം പ്രവിശ്യദേഹം പരിപാഹിനസ്ത്വം. നീ സഹോദരന്മാരോടുകൂടി ആദിമമായ വൈഷ്ണവദേഹം പോകി ദേവന്മാരെ പരിരക്ഷിച്ചാലും അഥവാ മറ്റൊരു ദേഹമാണ് സ്വീകാര്യമെങ്കിൽ അതിൽ പ്രവേശിച്ച് നീ ഞങ്ങളെ പരിപാലിക്കണമേ. ത്വമേവ ദേവാധിപതിശ്ച വിഷ്ണു ജാനന്ദിനത്വാം പുരുഷാവിനാമാം സഹസ്രകിൽ ത്വൽസു നമോ നമസ്തേ പ്രസീദ ദേവേശ പുനർനമസ്തേ. നീ തന്നെ ദേവാധിപനായ വിഷ്ണു, ഞാൻ ഒഴിച്ച് മറ്റാരും നിന്നെ വിഷ്ണുവെന്ന് അറിയുന്നില്ല. അല്ലയോ ദേവാധിപ, അങ്ങേക്ക് 1000 നമസ്കാരം. പ്രസാദിക്കണമേ, വീണ്ടും വീണ്ടും നിനക്ക് നമസ്കാരം. പിതാമഹ പ്രാർത്ഥനയാ സരാമ പശ്യൽ സുദേവേഷു മഹാപ്രകാശ മുഷ്ണാം ചക്ഷൂംഷി ദിവൗകസാം ദദാ
ബഭൂവചക്രാദി യുധശ്ചതുർഭുജ. ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം രാമൻ ദേവന്മാർ നോക്കി നിൽക്കവേ തന്നെ അവരുടെ കണ്ണുകളെ വഞ്ചിച്ച് ചക്രാദി ആയുധങ്ങൾ ധരിച്ച 4 കൈകളുള്ള വിഷ്ണുവായി ഭവിച്ചു. ശേഷോ ബഭൂവേശ്വരതൽപഭൂത സൗമിത്രിരത്യത്ഭുത ഭോഗദാരി ബഭൂവതു ചക്രധരൗജ ദിവ്യൗ കൈകേയി സൂനുർ ലവണാന്തകശ്ച. ലക്ഷ്മണൻ അത്യത്ഭുത ഫണങ്ങളുള്ള ഭഗവാന് തൽപ്പമായി മേവുന്ന അനന്തനായി മാറി. ഭരതനും ലവണാന്തകനായ ശത്രുഘ്നനും ദിവ്യങ്ങളായ ചക്രവും ശംഖുമായി തീർന്നു. സീതാജലക്ഷ്മീർ അഭവത്പുരേവ രാമോ ഹി വിഷ്ണു പുരുഷപുരാണ സഹാനുജ പൂർവശരീരകേണ ബഭൂവ തേജോമയ ദിവ്യമൂർത്തി. സീത നേരത്തെ തന്നെ ലക്ഷ്മി ദേവിയായി ഭവിച്ചിരുന്നു. രാമൻ പുരാണപുരുഷനായ വിഷ്ണുവാണല്ലോ. അനുജരോടൊപ്പം അദ്ദേഹം മുൻ ദേഹത്തോടുകൂടി തേജസ്സുറ്റ ദിവ്യമൂർത്തിയായി മാറി. വിഷ്ണും സമാസാദ്യ സുരേന്ദ്രമുഖ്യ ദേവാശ്ച സിദ്ധാമുനയശ്ച യക്ഷ പിതാമഹാദ്യ പരിതപരേശം സ്തവൈർഗണന്ത പരിപൂജയന്ത്. ഇന്ദ്രാദിദേവന്മാർ, സിദ്ധർ, മുനിമാർ, യക്ഷർ, ബ്രഹ്മാദികൾ സർവേശ്വരനായ വിഷ്ണുവിൻ്റെ അരികിലെത്തി സ്തോത്രങ്ങളാൽ വാഴ്ത്തി പൂജിച്ചു. ആനന്ദ സംപ്ലാവിത പൂർണ്ണചിത്ത ബഭൂവിരേ പ്രാപ്ത മനോരഥാസ്തേ തദാഹ വിഷ്ണുർദ്രുഹിണം മഹാത്മാ ഏദേഹി ഭക്ത മൈജാ അനുരക്താഹ. മനോരഥങ്ങൾ നേടിയ അവർ ആനന്ദത്തിൽ ആറാടിയ പൂർണ്ണ മനസ്സോടെ ഭവിച്ചു. ആ സമയത്ത് മഹാവിഷ്ണു ബ്രഹ്മാവിനോട് അരുളി, അവർ ഭക്തരാണ്, എന്നിൽ സ്നേഹവായ്പുള്ളവരും. യാന്തം ദിവം മാമനുയാന്തി സർവേ തിര്യക്ഷരീരാ അവിപുണ്യയുക്താഹ വൈകുണ്ഠസാമ്യം പരമം പ്രയാന്തു സമാവിശസ്വാശു മമാജ്ഞയാത്വം. സ്വർഗത്തിലേക്ക് മടങ്ങുന്ന എന്നെ അനുഗമിക്കുകയാണ് ഇവരെല്ലാം. ഇവരിൽ തിര്യക്ഷരീരികൾ പോലും പുണ്യശാലികളാണ്. വൈകുണ്ഠതുല്യമായ പരമപദം പ്രാപിക്കട്ടെ ഇവർ. വേഗം എൻ്റെ ആജ്ഞാനുസരണം ഇവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. ശ്രുത്വാ ഹരേർവാക്യമദാബ്രവീത് കസ്സന്താനികാൻ യാന്തു വിചിത്രഭോഗാൻ ലോകാൻ മദീയോ വരിദീപ്യമാനാം സ്വദ്ഭാവയുക്ത കൃതമുണ്യപുഞ്ചാഹ. ഹരിയുടെ വാക്യം കേട്ട ബ്രഹ്മാവ് പ്രതിവചിച്ചു, നിന്നിൽ മനസ്സിലയിപ്പിച്ചവരും അധിക പുണ്യം ചെയ്തവരുമായ ഇവർ എൻ്റെ ലോകത്തിന് മേലെ വിളങ്ങുന്ന വിചിത്രഭോഗങ്ങൾ നിറഞ്ഞ സാന്താനികം എന്ന ലോകങ്ങളിലേക്ക് പൊയ്ക്കൊള്ളട്ടെ. ഏജാപിതേ രാമ പവിത്രനാമ ഗണന്തിമർത്യാലയകാലയേവ അജ്ഞാനതോ വാപി ഭജന്തു ലോകാൻ താനേവ യോഗൈരവിജ അധിഗമ്യാൻ. ഏത് മനുഷ്യർ മരണസമയത്ത് മാത്രമായാലും അറിയാതെയായാലും നിന്റെ പാവനനാമം ഉച്ചരിക്കുന്നുവോ അവരും യോഗങ്ങളാൽ മാത്രം പ്രാപ്യമായ ആ ലോകങ്ങളിൽ തന്നെ ചെന്നു ചേരട്ടെ. തതോദിഹൃഷ്ടാ ഹരിരാക്ഷസാദ്യ സ്പൃഷ്ട്വാജലം ത്യക്തകളേപരാസ്തേ പ്രവേദിരേ പ്രാക്തനമേവ രൂപം യദംശജാ ഋക്ഷഹരീശ്വരാസ്തേ. അനന്തരം അത്യന്തം സന്തോഷിച്ച വാനര രാക്ഷസാദികൾ സരയൂജലം സ്പർശിച്ച് ദേഹം വെടിഞ്ഞു. ആ ഋക്ഷവാനര വീരർ ഏത് ദേവാംശത്തിൽ നിന്ന് ഭൂമിയിൽ അവതരിച്ചുവോ അതേ പൂർവ്വരൂപത്തിൽ തന്നെ ലീനരായി. പ്രഭാകരം പ്രാപഹരിപ്രവീര സുഗ്രീവ ആദിത്യജ വീര്യവത്വാത് തതോ വിമഗ്നാ സരയൂജലേഷു നരാപരിത്യജ്യ മനുഷ്യദേഹം. ആരൂഹ്യ ദിവ്യാഭരണാവിമാനം പ്രാപുശ്ചതേ സാന്തനികാഖ്യലോകാൻ തിര്യക് പ്രജാതാ അവിരാമദൃഷ്ടാ ജലം പ്രവിഷ്ടാ ദിവം ഏവയാത. സൂര്യന്റെ വീര്യത്തിൽ നിന്ന് ജനിച്ചവനാകയാൽ വാനരവീരൻ സുഗ്രീവൻ സൂര്യനിൽ ലയിച്ചു. മനുഷ്യർ സരയൂജലത്തിൽ മുങ്ങി മാനവ ശരീരം ത്യജിച്ചിട്ട് ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ് വിമാനത്തിലേറി അവർ സാന്തനികമെന്ന പേരുള്ള ലോകങ്ങളിലെത്തി. രാമന്റെ ദൃഷ്ടിയിൽപ്പെട്ട തിര്യക്കുകൾക്ക് പോലും ജലത്തിൽ മുങ്ങി സ്വർഗത്തിൽ തന്നെ ചെന്നു ചേരാൻ സാധിച്ചു.
ദിദൃക്ഷുവോ ജാനപദാശ്ച ലോകാഃ രാമം സമാലോക്യ വിമുക്തസംഗാഃ സ്മൃത്വാ ഹരിം ലോകഗുരും പരേശം സ്പൃഷ്ട്വാ ജലം സ്വർഗമവാപുരഞ്ച. ദർശനം കാക്ഷിച്ചെത്തിയ ഗ്രാമീണ ജനങ്ങളും രാമനെ ദർശിച്ച് മുക്തി നേടി. ലോകഗുരുവും സർവേശ്വരനുമായ ഹരിയെ സ്മരിച്ചുകൊണ്ട് ജലം സ്പർശിച്ച് അവർ ആയാസമന്യേ സ്വർഗം പ്രാപിച്ചു. ഏതാവതോത്തരമാഹ ശംഭു ശ്രീരാമചന്ദ്രസ്യ കഥാവശേഷം യപ്പാദമപ്യത്ര പഠേൽ സപാപാത് വിമുച്യതേ ജന്മസഹസ്രജാതാത്. ഇത്രമാത്രമാണ് ശ്രീരാമചന്ദ്രന്റെ കഥയ്ക്ക് പരിശിഷ്ടമെന്ന നിലയിൽ ഉത്തരകാണ്ഡം പരമശിവൻ അരുളി ചെയ്തത്. ഇതിലെ ഒരു വരിയെങ്കിലും ശ്രദ്ധയോടെ പഠിക്കുന്നവൻ 1000 ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളിൽ നിന്നും മുക്തനാകും. ദിനേ ദിനേ പാപജയം പ്രകുറുവൻ പഠേന്നര ശ്ലോകമവീഹ ഭക്ത്യ വിമുക്ത സർവാഖജയ പ്രയാതി രാമസ്യ സാലോക്യം അനന്യലഭ്യം. ദിനം പ്രതി ബഹുപാപം ചെയ്യുന്ന മനുഷ്യൻ പോലും ഇതിലെ ഒരു ശ്ലോകം ഭക്തിപൂർവ്വം പഠിക്കുമെങ്കിൽ സകല പാപങ്ങളിൽ നിന്നും വിടുതൽ നേടി രാമ സാലോക്യം പ്രാപിക്കും. ആഖ്യാനമേതദ് രഘുനായകസ്യ കൃതം പുരാ രാഘവചോദിതേന മഹേശ്വരേണ ആപ്തഭവിഷ്യദർത്ഥം ശ്രുത്വാതു രാമ പരിദോഷമേതി. ഭാവി സംഭവങ്ങൾ കൂടി വിവരിക്കുന്ന ഈ രാമകഥ രാമന്റെ തന്നെ പ്രചോദനത്താൽ പരമശിവനാണ് പണ്ട് രചിച്ചത്. ഇത് കേട്ട് രാമൻ പ്രസാദിക്കുന്നു. രാമായണം കാവ്യമനന്തപുണ്യം ശ്രീശങ്കരേണാവിഹതം ഭവാന്യൈ ഭക്ത്യാ പഠേത് യശൃണുയാൽ സ പാപൈ വിമുച്യതേ ജന്മശതോദ്ഭവൈശ്ച. അനന്തപുണ്യമുള്ള രാമായണ കാവ്യം ഭഗവാൻ ശ്രീ പരമശിവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചതാണ്. ഭക്തിപൂർവ്വം ഇത് പഠിക്കുന്നവനും കേൾക്കുന്നവനും 100 ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളിൽ നിന്ന് പോലും മുക്തനാകും. അധ്യാത്മരാമം പടതശ്ച നിത്യം ശ്രോതുശ്ച ഭക്ത്യാ ലിഖിതുശ്ച രാമ അതിപ്രസന്നശ്ച സദാ സമീപേ സീതാസമേത ശ്രിയമാതനോതി. നിത്യവും അധ്യാത്മരാമായണം ഭക്തിപൂർവ്വം പഠിക്കുകയും കേൾക്കുകയും എഴുതുകയും ചെയ്യുന്നവന്റെ സമീപം സീതാസമേതനായ രാമൻ അതിപ്രീതിയോടെ സന്നിഹിതനായി ഐശ്വര്യം ചൊരിയുന്നു. രാമായണം ജനമനോഹരമാദികാവ്യം ബ്രഹ്മാദിവിശ്വരവരൈരഭിസംസ്തുതം ച ശ്രദ്ധാന്വിതപ്പെടുതിയ ശൃണുയാത്തു നിത്യം വിഷ്ണോ പ്രയാതി സദനം സവിശുദ്ധദേഹ. ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാരാൽ പോലും പുകഴ്ത്തപ്പെടുന്നതും ജനഹൃദയഹാരിയുമായ ആദികാവ്യമായ രാമായണം യാതൊരുവൻ നിത്യവും ശ്രദ്ധാപൂർവം പഠിക്കുന്നുവോ കേൾക്കുന്നുവോ അവൻ വിശുദ്ധദേഹം പൂണ്ട് വിഷ്ണുപദം പ്രാപിക്കുന്നു. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ഉത്തരകാണ്ഡേ 9ാം സർഗഃ സമാപ്തമിദം ഉത്തരകാണ്ഡം. പാർവത്യൈ പരമേശ്വരേണ ഗദിതേ ഹൃദ്യാത്മരാമായണേ കാണ്ഡൈ സപ്തഭിരന്വിതേ അതിശുഭദേ സർഗാ ചതുഷ്ഷഷ്ടികാ ശ്ലോകാനാം ശതദ്വയേന സഹിതാൻ ഉക്താനി ചത്വാരി വൈ സാഹസ്രാണി സമാപ്തിത ശ്രുതിശതാന്യുക്താനി തത്വാർത്ഥത. പാർവതിക്ക് പരമേശ്വരൻ ഉപദേശിച്ചതും 7 കാണ്ഡങ്ങളുള്ളതും അതീവ ശുഭപ്രദവുമായ അധ്യാത്മരാമായണത്തിൽ സർഗങ്ങൾ 64, അവസാനം വരെ എഴുതിയിട്ടുള്ള ശ്ലോകങ്ങൾ 4200, തത്വാർത്ഥങ്ങളെ പ്രതിപാദിക്കുന്നതായ 100 കണക്കിന് ശ്രുതികളും ഇതിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതാവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീരാമചന്ദ്രായേതി സമർപ്പയാമി. ജയ് രാം ശ്രീറാം ജയ് ജയ് രാം. ഓം
ജയ് രാം ശ്രീറാം ജയ് ജയ് രാം ഓം ജയ് രാം ശ്രീറാം ജയ് ജയ് രാം ഓം ജയ് രാം ശ്രീറാം ജയ് ജയ് രാം.